ഇപ്പം എനിക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ. പെണ്ണിനും ജീവിക്കാനുള്ളൊരു മാർഗ്ഗം അല്ലെങ്കിൽ ജോലി ഉണ്ടോ പെണ്ണിനെ നമ്മൾ കല്യാണിക്കുള്ളൂ. നമുക്കും ഒരു കരിയറിൽ നമുക്കും വരുമാനം ഉണ്ടല്ലോ. രണ്ടുപേർക്കും പാചകം അറിയണമെന്നൊക്കെ ഉണ്ട്. മനസ്സിലായി. എനിക്കറിയാം അത്യാവശ്യം പാചകം. അപ്പോൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്കും ഉപ്പും മുളക് എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവണമെന്നുണ്ട്. കുറച്ച് ഓരോ പക്വത, മറ്റേ നമ്മുടെ നിഖില വിമലിനെ പോലെ. നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വലിയ വലിയ താരങ്ങൾക്ക് വരെ നെഗറ്റീവ് കമൻസ് ഉണ്ട്. ആട്3ൻ്റെ പൂജയ്ക്ക് പോയപ്പോൾ വിജയ് ബാബു ഒരു ഷെയ്ക്കാൻ്റെ വന്നു, ബാക്കി ആരും അത്ര മൈൻഡ് ചെയ്യില്ല. ഈ അലൻ ജോസ് പെരേരയുടെ വിവാഹത്തെ പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് എപ്പോഴായിരിക്കും ഉണ്ടാവുക? വിവാഹം നമുക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു അത്യാവശ്യം പക്വത നമ്മൾ തന്നെ വന്നെന്ന് സ്വയം മനസ്സിലാക്കുമ്പോൾ അത് ഒരു പെണ്ണും ആ ഒരു നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. രണ്ടുപേരുടെ വൈബ് സെറ്റ് ആണല്ലോ. ഈ പെണ്ണ് മാത്രം പോരാ, ബാങ്ക് ബാലൻസും വേണമെന്നാണോ? പെണ്ണിനൊപ്പം ബാങ്ക് ബാലൻസും വേണമെന്നാണോ? രണ്ടുപേർക്കും വേണമല്ലോ. ഇപ്പം എനിക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ. പെണ്ണിനും ജീവിക്കാനുള്ളൊരു മാർഗ്ഗം അല്ലെങ്കിൽ ജോലി ഉണ്ടോ പെണ്ണിനെ നമ്മൾ കല്യാണിക്കുള്ളൂ. നമുക്കും ഒരു കരിയറിൽ നമുക്കും വരുമാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ഈക്വലായിട്ടുള്ളൊരു ഷെയറിങ് ലൈഫായിരിക്കണം. പിന്നെ രണ്ടുപേർക്കും പാചകം അറിയണമെന്നൊക്കെ ഉണ്ട്. മനസ്സിലായി. എനിക്കറിയാം അത്യാവശ്യം പാചകം. അപ്പോൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്കും ഉപ്പും മുളക് എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവണമെന്നുണ്ട്. കുറച്ച് ഓരോ പക്വത, മറ്റേ നമ്മുടെ നിഖില വിമലിനെ പോലെ. ഈ ആറട്ടെണ്ണം വീട്ടിലെ ചിലവൊന്നും അല്ലെല്ലാം നോക്കുന്നതെന്ന് പറയുന്നത് അത് നമ്മൾ എന്തായാലും ഈ നമ്മൾ വലിയ വലിയ ഷോയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞ ഷോ അറിയാമല്ലോ പേര്. അപ്പോൾ അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അമ്മ ബൈറ്റ് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായി. അതിനെപ്പറ്റി എന്തായാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാറ് വീട്ടിൽ ഞാൻ കൊടുക്കാറുണ്ട്. എത്ര രൂപയെന്ന് വെച്ചാൽ 3000-4000 രൂപയൊക്കെ കൊടുക്കാറുണ്ട് ഒരു മാസം. അപ്പോൾ അതൊക്കെ മതിയല്ലോ. കാരണം നമുക്ക് ജോലിയുണ്ട്. പിന്നെ നമ്മളായിട്ടുള്ളൊരു ഏണിങ്സിൽ നിന്ന് ഒരു എമൗണ്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ കിംബോയ് മനോജൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊന്നും മാറി നിന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ ഒരുപാട് പേര് നമ്മളവിടെ നിൽക്കണമെങ്കിലും ഇപ്പോൾ ആറട്ടെണ്ണെ അഭിലാഷ് ആട്ടയം, മൈൻമോറ്റ്, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കിംബോയ് മനോജിനെ ഞാനൊരു പ്രോഗ്രാമിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നേക്കാളും കുറച്ചുകൂടി കോമാളിത്തരം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഇവരെ പോലെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം അത് ഞാൻ ഉമ്മറിക്കടി ചോദിച്ചു എന്തുകൊണ്ടാണ് മനോജിനെ കിംബോയിനെയൊക്കെ അഭിനയിപ്പിക്കാത്തതെന്ന്. അപ്പോൾ ഉമ്മറിക്ക് പറയേണ്ട ഒരു വാക്കുണ്ട്, ആദ്യം നീയൊന്ന് 2 കാലം നിൽക്കി എന്നിട്ട് ബാക്കിയുള്ളവരെ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ആൾക്കാരെ കൊണ്ടുനടക്കുമ്പോഴും നമ്മൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് നമുക്കൊരു. എന്നാലും ഞാൻ പറഞ്ഞതാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഇത്രയും എല്ലാവരും വൈറലായെന്ന് പറയുന്നു. എത്ര പേര് സിനിമയിൽ മുഖം കാണിക്കുന്നുണ്ട്, എത്ര പേര് തിരിച്ചറിയുന്നു. പക്ഷേ നമ്മൾ മുഖം കാണിച്ചതും ഡയലോഗ് പറഞ്ഞതും ഈ റിവ്യൂ ഫെയിം അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി അത് വന്നതുകൊണ്ട് മാത്രം, കമൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രം കുറച്ചുകൂടി ചർച്ചകളും ഒരുപാട് ഇൻ്റർവ്യൂസ് 10-50ഓളം ഇൻ്റർവ്യൂ ചെയ്തു. അത് 10ഓളം ഇൻ്റർവ്യൂസ് യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും. ഈ ഷോർട്ട് ഫിലിം പിടുത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഷോർട്ട് ഫിലിം ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ നമുക്ക് സ്ഥിരം സ്പേസ് ഇല്ലല്ലോ. ഇപ്പോൾ ബാഡ് ബോയ്സിൽ ഞാൻ നല്ലൊരു സംഭവം ചെയ്തതാണ്. നമ്മൾ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്യാരക്ടർ ചെയ്തതാണ്. അതിൽ ബാലസാറിൻ്റെയൊക്കെ ഒരു സീൻസിൽ. അപ്പോൾ അതിപ്പോൾ മറ്റേ അബാമിൻ്റെ പേജിൽ അവൈലബിളാണ് യൂട്യൂബിൽ. അപ്പോൾ അവിടം വരെയൊക്കെ എത്തിയെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സിനിമകൾ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്തു വെച്ചാൽ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ 25 റിലീസാണ് ബിബിൻ ജോർജിൻ്റെ. അപ്പോൾ ആ പടത്തിൽ നല്ലൊരു സംഭവം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു സീനിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാണുന്നുണ്ട്, പക്ഷേ ചിലരെ കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഫെയിമുള്ളതുകൊണ്ട് പല പടങ്ങളിലും നമ്മളെ കാണിക്കും. ഇപ്പോൾ കൂടുതൽ എന്തായാലും ആ ഒരു രംഗം നിങ്ങൾക്ക് കണ്ണീര് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു നല്ലൊരു റിയൽ ലൈഫ് സിറ്റുവേഷനാണ്. നമ്മുടെ അന്ന് നടന്ന സംഭവങ്ങൾ പിന്നെ പറയും, നമ്മൾ എന്താണ് ഷൂട്ടിങ്ങിന് സമയത്ത് സംഭവിച്ചതെന്നൊക്കെ പിന്നെ പറയാം. പക്ഷേ എന്തായാലും കൂടുതൽ 25 റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു എൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം അതൊരു സ്ട്രെയിൻ ചെയ്ത് അഭിനയിച്ചാൽ അന്നൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി, പിന്നീട് പോയി ചെയ്തു. എന്നാലും ഈ നിലമ്പൂരിലെ ഇലക്ഷൻ റിസൾട്ട് എന്നല്ലോ വന്നല്ലോ, അതിനകത്ത് എന്തെങ്കിലും? നിലമ്പൂരിൽ അത് കോൺഗ്രസ് അല്ലേ ജയിച്ചത്. സന്തോഷം. ഈ രേണു സുധിയായിട്ടുള്ള വീഡിയോകളിലൊക്കെ അടി ഭയങ്കര മോശം കമൻറ്റുകളാണ്. നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വലിയ വലിയ താരങ്ങൾക്ക് വരെ നെഗറ്റീവ് കമൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഇപ്പോൾ ദിലീപേട്ടനാണെങ്കിലും മമ്മൂക്കിയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും കമൻസ് വരുന്നുണ്ട്. ആൾക്കാർ പൊതുവെ പറയുന്നുണ്ട്. ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കില്ലല്ലോ. ഇപ്പോൾ എനിക്ക് സിനിമയെ ഇഷ്ടമുള്ളതുകൊണ്ട്
നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നു. പക്ഷേ എല്ലാ സിനിമക്കാർക്കും അതേപോലെ തന്നെ അനുഭവമല്ല. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ദിവസം ഞാൻ സന്തോഷമായിട്ടൊരു സിനിമ സെറ്റിൽ ചെയ്യാൻ പോയിരുന്നു. പേര് ഞാൻ പറയുന്നില്ല പടത്തിൻ്റെ. പക്ഷേ പോയപ്പോൾ അവർ മോശമായിട്ട് ബിഹേവ് ചെയ്തു. എന്താ പറയുക, മൈൻഡാക്കിയില്ല. അതാണ് മോശമായിട്ടുള്ള ബിഹേവിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇപ്പോൾ സിനിമയിൽ റിവ്യൂവിൽ തിയേറ്ററിൽ വരുമ്പോൾ ഡയറക്ടർമാർ പെരുമാറുന്ന പോലെ അല്ല ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മളോട് പെരുമാറുന്നു. മനസ്സിലായി? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഒരുപാട് പൂജകളിലും ഓഡിയോ ലോഞ്ചിനൊക്കെ പോകാറുണ്ട്. പിന്നെ പ്രസ് മീറ്റിലും പോകാറുണ്ട്. ചില സമയത്തൊക്കെ കൂളായിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഓഡിയോ ലോഞ്ചിനൊക്കെ നല്ല രീതിയിൽ ഞാൻ പങ്കെടുത്തു, പ്രോഗ്രാം കണ്ടു. പിന്നെ ആട് 3ൻ്റെ പൂജയ്ക്ക് പോയപ്പോൾ വിജയ് ബാബു ഒരു ഷെയ്ക്കാൻ്റെ വന്നു, ബാക്കി ആരും അത്ര മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ വിഷമമുണ്ട്. എല്ലാവരും നമുക്ക് മൈൻഡ് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആസാം വ്യക്തി പല രീതിയിലും നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ഭാഗ്യം കിട്ടിയത് മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ സീരിയലിൽ നല്ലൊരു വേഷം മനോരമയിൽ ചെയ്യാൻ പറ്റി. അതിൽ റാം എന്ന് പറഞ്ഞ കഥാപാത്രം അത് ന്യൂസ് ചാനലിൽ വരെ ചർച്ച വന്നു. മനോരമ ന്യൂസ് വഴി അത് ചർച്ച വന്നു. മനോരമ മാക്സിൽ അവൈലബിൾ ആണ് സീരിയൽ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ഷൂട്ട് എന്തായാലും ജൂലൈ 5-ാം തീയതി ആകുമ്പോൾ ഒരു സീൻ കൂടി ഉണ്ട്. ബ്രോക്കർ ആയതുകൊണ്ട് കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, കല്യാണ സീനിലും പോകണമല്ലോ സിറ്റുവേഷനിൽ. അപ്പോൾ അതുകൊണ്ട് അതിലേക്കും നമ്മൾ വർക്ക് ചെയ്യുന്നു. പിന്നെ ഷോർട്ട് ഫിലിം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലിപ്പോൾ 2 ഷോർട്ട് ഫിലിം ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്മയെന്ന ആത്മബന്ധം അഭിലാഷ് ആട്ടയത്തിൻ്റെ. പിന്നെ ഞാൻ തന്നെ കഥ എഴുതിയിട്ടില്ല, കഥ ഐഡിയ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന വർക്ക് ജോ വാക്കറിൻ്റെ ഇടിയും മിന്നലും എന്ന സബ്ജക്റ്റ് ഞാൻ സന്തോഷ് വർക്കി അഭിനയിക്കുന്നു. പിന്നെ ഒരു യൂട്യൂബ് മൂവി വരുന്നുണ്ട്, ഹരിക്കുട്ടൻ്റെ സിനിമ നടനാണെന്നൊരു സിനിമ. അപ്പോൾ അതും ചർച്ചയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.